10 മീറ്ററിലധികം താഴ്ചയുള്ള കിടങ്ങുകൾ, JCBകൾ നിരത്തി ഇപ്പോഴും കുഴിക്കുന്ന ട്രഞ്ചുകൾ, ദേശീയപാതയിൽ കോൺക്രീറ്റ് ചെയ്തുറപ്പിച്ച ബാരിക്കേഡുകൾ, വാഹനങ്ങൾ കടക്കാതിരിക്കാൻ റോഡിൽ നിരത്തി ഉറപ്പിച്ചിരിക്കുന്ന ഇരുമ്പാണികൾ. ഇതെല്ലാം ശത്രുരാജ്യത്തിന്റെ അതിർത്തിയിലല്ല നടക്കുന്നത്. ആരെ നേരിടാനാണ് ഈ യുദ്ധസന്നാഹം? പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും UPയിൽ നിന്നും വരുന്ന കർഷകർ ഡൽഹി കടക്കാതിരിക്കാനുള്ള യുദ്ധതന്ത്രമാണത്. എന്തിനാണ് ഇപ്പോൾ ഈ സമരം? എന്താണ് ആവശ്യം? മുമ്പ് നടന്ന കർഷക പ്രക്ഷോഭം ഓർമ്മയില്ലേ? സമീപകാലത്ത് ലോകം കണ്ട വലിയ സമരം. പാർലമെന്റ് പാസാക്കിയ കൃഷി നിയമങ്ങൾ പിൻവലിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളായിരുന്നു അന്ന്. കർഷകർക്ക് മുന്നിൽ മുട്ടുമടക്കിയ സർക്കാർ അത് പിൻവലിച്ചു, മറ്റാവശ്യങ്ങൾ അംഗീകരിച്ചു. എന്നിട്ടെന്തായി? MS സ്വാമിനാഥൻ കമ്മീഷൻ ഫോർമുല പ്രകാരമുള്ള മിനിമം താങ്ങുവില നടപ്പാക്കണം, അതിനായി നിയമം കൊണ്ടുവരണം എന്നതായിരുന്നു കർഷകരുടെ പ്രധാന ആവശ്യങ്ങളിലൊന്ന്. 100 രൂപയാണ് ഉൽപാദന ചെലവെങ്കിൽ കർഷകന് 150 രൂപ നൽകണം എന്നാണ് സ്വാമിനാഥൻ ഫോർമുല. ഇപ്പോൾ നെല്ലും ഗോതമ്പും സോയാബീനും റാഗിയും ഉൾപ്പെടെ 23 വിളകൾക്കാണ് മിനിമം താങ്ങുവിലയുള്ളത്. പക്ഷേ MSP പ്രഖ്യാപനം ഉണ്ടാകുന്നതല്ലാതെ അത് നടപ്പാക്കുന്നില്ല എന്നാണ് ആരോപണം. അതിനായി നിയമനിർമ്മാണം നടത്തണമെന്നാണ് കർഷക സംഘടനകൾ പറയുന്നത്. കഴിഞ്ഞ സമരം അവസാനിക്കുമ്പോൾ ഇത് സമ്മതിച്ചതുമാണ്. പിന്നെ മിണ്ടാട്ടമില്ല. ഒരു കാര്യം കൂടിയുണ്ട്. ഇത് ആദ്യമായി ഉന്നയിച്ചത് അന്ന് കർഷകരായിരുന്നില്ല. 2014 നരേന്ദ്രമോദിയും BJPയും പ്രധാന പ്രചാരണായുധമാക്കിയത് ഇതായിരുന്നു. ആ ഗ്യാരണ്ടി പൊളിഞ്ഞു. ഇപ്പോൾ കേന്ദ്രം പറയുന്നു മിനിമം താങ്ങുവിലയ്ക്ക് നിയമം കൊണ്ടുവരാനാകില്ലെന്ന്. സ്വാമിനാഥൻ ഫോർമുല നടപ്പാക്കിയാൽ 10 ലക്ഷം കോടി രൂപയുടെ അധിക ബാധ്യത സർക്കാരിനുണ്ടാകുമെന്നാണ് വാദം. കൃഷിയെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന 27 കോടിയോളം ആളുകളാണ് രാജ്യത്തുള്ളതെന്ന് ഓർക്കണം. ഇതേ സ്ഥലത്ത് നിന്നാണ് വിജയ് മല്യയും ലളിത് മോദിയും അടക്കം 31 പേർ 40,000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി സുഖമായി വിദേശത്തെത്തിയത്. കേന്ദ്രം ആർക്കാണ് ഗ്യാരണ്ടി നൽകുന്നത്? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ രാജ്യത്ത് ആത്മഹത്യ ചെയ്ത കർഷകരുടെ എണ്ണം 1,12,000 എന്നാണ് ഏകദേശ കണക്ക്. ഇപ്പോൾ കൊട്ടിഘോഷിക്കുന്ന മോദിക്ക് ഗ്യാരണ്ടി പ്രചാരണമുണ്ടല്ലോ. കർഷക വരുമാനം ഇരട്ടിയാക്കുമെന്നായിരുന്നു അതിൽ ഒരു ഗ്യാരണ്ടി. 60 വയസ്സ് കഴിഞ്ഞ ചെറുകിട കർഷകർക്ക് പെൻഷൻ നൽകുമെന്നായിരുന്നു മറ്റൊന്ന്. ഗ്യാരണ്ടികൾ എന്തായെന്ന് കർഷകരല്ലാതെ ആര് ചോദിക്കും കേന്ദ്രത്തോട്?